നമസ്കാരം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായ 5 കയറ്റങ്ങളുടെ ദിവസങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. എല്ലാവർക്കും പ്രതീക്ഷ നൽകിക്കൊണ്ട് എല്ലാ സെക്ടറുകളിലെയും സ്റ്റോക്കുകൾ ഉയരുകയുണ്ടായി. ലാർജ് ക്യാപ്പിനേക്കാൾ കൂടുതലായിട്ട് സ്മാൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഉയരുകയുണ്ടായി. ഏകദേശം ഒരു 6% വളർച്ചയാണ് അവരൊക്കെ കാട്ടിയിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ മാർക്കറ്റ് ഒരു റിവേഴ്സ് ഗിയറിലേക്ക് വന്നോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം 7000 കോടിയുടെ നെറ്റ് ബൈയിങ് നടന്നപ്പോൾ നമ്മളുടെ DIs ആണ് 3000 മുകളിൽ കോടികൾ വിൽപ്പന നടത്തിയത്. മാർക്കറ്റിൽ അവർ മാറി മാറി വിൽക്കുകയും വാങ്ങുകയും ചെയ്ത് കളിക്കുകയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിൽക്കുമ്പോൾ നമ്മൾ DIs വാങ്ങിക്കൂട്ടിക്കൊണ്ടിരുന്നു. അവർ വാങ്ങലുകാരായപ്പോൾ നമ്മൾ വിൽപ്പനക്കാരായി. അപ്പോൾ ഇതിനിടയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രസൻസ് വളരെ കൃത്യമായി അടയാളപ്പെടുത്തി തുടങ്ങുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബൈ തുടങ്ങിയപ്പോൾ തന്നെ മാർക്കറ്റിന് നല്ലൊരു മുന്നേറ്റം നടത്താനായത് ശരിക്കും റീറ്റെയിലേഴ്സ് നല്ല ഭാഗവാക്കായതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, നല്ല ശ്രദ്ധ തുടർന്നും ഉണ്ടാകണം. നിങ്ങൾക്ക് വളരെ കോഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴും എന്നാണ് ഞാൻ പറയുക. കാരണം സ്മാൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഉണ്ടായിട്ടുള്ള ഈ വർധന ശരിക്കും മറ്റു വിഭാഗങ്ങളിലുണ്ടായതിനേക്കാൾ വലിയ വർധനയാണ് ഉണ്ടായത്. പെട്ടെന്നുണ്ടായ വർധന അതുപോലും സൂക്ഷിക്കേണ്ട ഒരവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. പെട്ടെന്ന് അതിൻ്റെ വാല്യൂ എല്ലാം കയറുന്നു. അങ്ങനെ അതിലേക്ക് കൂടുതൽ ഫണ്ടുകൾ വരുന്നു. വീണ്ടും പഴയപടി ആവർത്തിക്കപ്പെടുമോ എന്ന് സംശയിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. നല്ല ബ്ലൂ ചിപ്പ് ഷെയറുകളിൽ തന്നെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാർക്കറ്റിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പല ചലനങ്ങളും ഈ കയറ്റത്തെയും ബാധിക്കുന്നതാണ്. നമ്മൾ അന്താരാഷ്ട്ര മാർക്കറ്റിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ US പ്രസിഡന്റ് ട്രംപിൻ്റെ ടാരിഫ് യുദ്ധം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ അടുത്ത നാളുകളിലെല്ലാം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എങ്ങനെയാവുമെന്ന് കൃത്യമായി ആർക്കും പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു, ഏത് രീതിയിൽ അത് മാറി തീരുമെന്ന് പറഞ്ഞ് ആരും രംഗത്ത് വരുന്നില്ല. അമേരിക്കൻ മാർക്കറ്റുകളിലാണെങ്കിൽ മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നത്. അവിടുത്തെ ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ GDP വളർച്ച വളരെ കുറയാനാണ് സാധ്യത. 2.1 ഉണ്ടായിരുന്ന GDP 1.7 കുറയുമെന്നാണ് ഇപ്പോൾ അവിടുത്തെ അനലിസ്റ്റുകളെല്ലാം പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും അമേരിക്കൻ മാർക്കറ്റുകൾ ഒരു മാന്ദ്യത്തിലേക്ക് പോവുകയാണോ എന്ന് പലരും സംശയിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ IT മേഖലയിൽ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. IT മേഖലയിലുണ്ടായ മറ്റു രംഗങ്ങളിലെ ഷെയറുകളിലുണ്ടായ ഉയർച്ച IT മേഖലയിൽ കാണിക്കാനായില്ല. IT മേഖലയിൽ പലതും താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. അതും വമ്പൻ ഷെയറുകൾ, അതായത് ഇപ്പോൾ ബ്ലൂ ചിപ്പ് ലാർജ് ക്യാപ്പ് ഷെയറുകളെല്ലാം തന്നെ താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. കാരണം അമേരിക്കൻ മാർക്കറ്റിൽ മാന്ദ്യം പടരുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ വന്നാൽ
ഇന്ത്യൻ സോഫ്റ്റ്വെയർ സർവീസ് കമ്പനികളിലേക്ക് അവർ ചെലവാക്കുന്നത് കുറയ്ക്കുമോ എന്നുള്ള ആശങ്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് IT മേഖലയിൽ അതുപോലെ ചില സംഭവങ്ങളുണ്ടായത്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് നന്നായി മുന്നോട്ട് പോയപ്പോഴും അവ അത്രമാത്രം മുന്നേറിയില്ല, താഴോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് മറ്റു മാർക്കറ്റുകളിലും വരാവുന്ന ഒരവസ്ഥയാണ്. ജർമ്മൻകാർ അവരുടെ ബ്രേക്ക് ഡെപ്റ്റ് പോളിസിയിൽ നിന്ന് ഒരല്പം മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് ചെലവ് ചുരുക്കിക്കൊണ്ടുള്ള ഇതിൽ നിന്ന് അവർ ലാവിഷായിട്ട് അല്പം ചെലവ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഡിഫൻസ് മേഖലയ്ക്ക് നല്ല പ്രാധാന്യം കിട്ടുമെന്ന് കരുതി നമ്മളുടെ ഡിഫൻസ് മേഖലയിൽ ഒരു അല്പം മാറ്റമുണ്ടാക്കുന്നതിനും കഴിഞ്ഞ വ്യാഴാഴ്ചയൊക്കെ ഉണ്ടായ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള കൂടുതൽ ഓർഡറുകൾ കിട്ടുമെന്ന സങ്കല്പത്തിൽ ഇവിടുത്തെ ഡിഫൻസ് മേഖലയിലുള്ള ഷെയറുകളൊക്കെ ഒരു മുന്നേറ്റം നടത്തുകയുണ്ടായി. അപ്പോൾ മാർക്കറ്റ് ലോകവ്യാപകമായി ഉണ്ടാകുന്ന ഈ താരിഫ് യുദ്ധത്തിന് പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഏത് രീതിയിലാകും എന്ന് അവസാനിക്കുക എന്ന് കൃത്യമായി പറയാനുമായിട്ടുമില്ല. ആ ഒരു അനിശ്ചിതത്വമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ആകെ ഉള്ളത്, ലോക മാർക്കറ്റുകളിൽ. ഇന്ത്യൻ മാർക്കറ്റ് അവിടെയും ഒരല്പം നല്ല ബ്രൈറ്റ് സ്പോട്ടായി തുടരും എന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് പറയുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മളുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിറ്റ് അമേരിക്കയിലേക്ക് പോയിരുന്നത് എല്ലാം തന്നെ അമേരിക്കയിലെ സാഹചര്യം മോശമാകുന്നത് കൊണ്ട് അവിടെ നിന്ന് ചൈനയിലേക്ക് തിരിയുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു ശാശ്വതമായ നീക്കമാണോ എന്ന് തന്നെ പലരും സംശയിക്കുന്നു. കാരണം ചൈനയുടെ എക്കണോമി ആ രീതിയിൽ വളരുന്നുണ്ടോ എന്നൊരു സംശയം എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട്. ചൈനക്കാർ തന്നെ ഇൻസെൻറ്റീവ്സ് ഒക്കെ നൽകിക്കൊണ്ടാണ് അതിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലും ഇന്ത്യൻ മാർക്കറ്റിന് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ല സാഹചര്യമുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ മാർക്കറ്റിനെ സമീപിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത 2-3 വർഷങ്ങളിലേക്ക് മാർക്കറ്റ് ഇനിയും മെച്ചപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലോങ് ടേമിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാവും. പക്ഷേ ഈ ഷോർട്ട് ടേമിലേക്കും അല്പം ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോഴും നമ്മൾ കോഷ്യസായി തീരുമാനങ്ങൾ എടുക്കണം, കോഷ്യസായി നിൽക്കണം എപ്പോഴും. കാരണം ഈ ഉയർച്ചകളൊന്നും ശാശ്വതമായി നിലനിന്ന് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിക്കാറായിട്ടില്ല. 23,350 നിൽക്കുകയാണ് മാർക്കറ്റ്. 23,500 മുകളിലേക്ക് പോകുമ്പോഴേ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത ബാക്കിയാക്കുന്നുള്ളൂ എന്നാണ് പലരും പറയുന്നത്. അതെന്തുമാകട്ടെ, മാർക്കറ്റിൻ്റെ ചലനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് പല സാഹചര്യങ്ങളിലും ഇങ്ങനെ സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നേറുക. ഇപ്പോൾ നിരാശരായിരുന്നവർ പലർക്കും ഒരു ആശ്വാസമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മാർക്കറ്റിലെ പ്രതികരണങ്ങൾ കാണുമ്പോൾ. പലരും മാർക്കറ്റിനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് കയറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബയേഴ്സായി മാറി എന്നുള്ളത് എല്ലാവർക്കും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ അവർക്ക് വളരെ ഏറെ സെക്ടറുകൾ തിരിച്ചും അല്ലാതെയും വാങ്ങലുകൾക്ക് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു 3-4 ഷെയറുകളെ നിങ്ങൾക്ക് പരിചയപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ഇതിനകത്ത് അവർ പറഞ്ഞു കഴിഞ്ഞ ഷെയറുകൾ തന്നെയാണ്. നല്ല ഷെയറുകൾ നിങ്ങൾ തന്നെ നിരീക്ഷിച്ചോളുക. അതിനുവേണ്ടി അവയുടെ ചില സൂചനകൾ തരാമെന്നേ ഉള്ളൂ. അതും ഞാൻ ഇതിൻ്റെ ഇത് പറയുന്നതോടൊപ്പം തന്നെ പറയട്ടെ, മ്യൂച്വൽ ഫണ്ടുകളിലെ നിക്ഷേപത്തെക്കുറിച്ച് കൂടുതൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ മുന്നോട്ട് വന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം മാർക്കറ്റിലെ അനിശ്ചിതത്വം അവർക്ക് മുതലെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ രീതിയിൽ അത് ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റായി മാറുന്നതിന് വേണ്ടിയാണ് അവർ ആ രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. മോട്ടിലാൽ ഓസ്വാൾ പറയുന്നത് ഇപ്പോൾ ലംസമായിട്ട് നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹൈബ്രിഡ് ഫണ്ടുകളിലും ലാർജ് ക്യാപ് ഫണ്ടുകളിലും മാത്രം ശ്രദ്ധ ഊന്നണമെന്നാണ്. മിഡ് ക്യാപ് ഫണ്ടുകൾ
സ്മാൾ ക്യാപ് ഫണ്ടുകളും തൽക്കാലത്തേക്ക് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നു മോട്ടിലാൽ ഓസ്വാൾ. അവർ പറയുന്നതാണ് ഈ ഹൈബ്രിഡ് ഫണ്ടുകളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്, ലാർജ് ക്യാപ് ഫണ്ടുകളിലും അതുപോലെ തന്നെ കാണുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങനെയൊന്നും ആക്കുന്നത് നല്ലതാണെന്ന് എനിക്കും തോന്നുന്നു. കാരണം സ്മാൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഓഹരികളിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളുടെ ആഘാതം നമുക്ക് കുറയ്ക്കാൻ ഈ ഹൈബ്രിഡ് ഫണ്ടുകളും ലാർജ് ക്യാപ് ഫണ്ടുകളും സഹായിക്കും. അപ്പം നമുക്ക് ജെഫ്രീസ് ഈ അടുത്തിടെ പറഞ്ഞിട്ടുള്ള 1-2 കമ്പനികളെ കാണാം. പതഞ്ജലി ഫുഡ്സ്, പതഞ്ജലി ഇന്ത്യ, ബാബ രാംദേവിൻ്റെ കമ്പനി. അതിന് അവർ പറഞ്ഞിരിക്കുന്നു 1760 ഇപ്പോൾ അത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഈ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 1992 രൂപയാണ്. അതൊരു 30% വളർച്ച ഇതിൽ നിന്ന് കാണിക്കുമെന്നാണ് ഉടനെ തന്നെ ഷോർട്ട് പീരീഡിൽ ഉണ്ടാകുമെന്ന് ജെഫ്രീസ് പറയുന്നു. അതുപോലെ തന്നെ ഒന്നാണ് സായി ലൈഫ് സയൻസ്. സായി ലൈഫ് സയൻസിനും ഇതുപോലെ ഒരു വളർച്ച സാധ്യത പറയുന്നുണ്ട് ജെഫ്രീസ്. അത് 726 ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതിന് 639, 808 അതിൻ്റെ റേഞ്ച്. 808 ഹൈ കാണിച്ചു. അപ്പോൾ ഇത്തരം ഷെയറുകളെ ഇവർ ഓരോ സമയങ്ങളിൽ ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ പതിയുന്നതിന് വേണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ മക്കാറെ ഒരു പറഞ്ഞിരിക്കുന്നതാണ് ആദിത്യ ബിർള ക്യാപിറ്റൽ ലിമിറ്റഡ്. ആദിത്യ ബിർള ക്യാപിറ്റൽസ് ഇപ്പോൾ കിടക്കുന്നത് 185 രൂപയിലാണ്. അതിന് 260 രൂപ, 280 റേഞ്ചിലേക്ക് അത് വരുമെന്നാണ് അവർ പറയുന്നത്. അതിനൊരു 2 വർഷത്തെ കാലാവധിയാണ്. അവർ 2 മുതൽ 3 വർഷം വരെയുള്ള കാലാവധിക്കിടയിൽ ഇത് ഇരട്ടിയാവും എന്നവർ പറയുന്നുണ്ട്. ആദിത്യ ബിർള ക്യാപിറ്റൽസിൻ്റെ ഒരു ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദിത്യ ബിർള ഗ്രൂപ്പ് കമ്പനികൾ ഈ അടുത്തിടെ നല്ല രീതിയിലുള്ള ഉന്നതിക്ക് ശ്രമിക്കുന്നു. അവ കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളർച്ചയ്ക്ക് ശ്രമിക്കുന്നു ആ കമ്പനികളെല്ലാം തന്നെ. അതുകൊണ്ട് ആദിത്യ ബിർള ക്യാപിറ്റൽസിനും ഇതുപോലൊരു സാധ്യതയുണ്ട് എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആദിത്യ ബിർള ക്യാപിറ്റൽസ് ആണ്. പിന്നെ ഫോർട്ടിസ് ഹെൽത്ത് കെയർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഷെയറാണ്. കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ ഷെയറിനെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാവുന്നതാണ്. എല്ലാത്തിനും ഉപരിയായി ഞാൻ പല പ്രാവശ്യവും ഈ മാർക്കറ്റ് ഇടിയുന്ന സമയത്തെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഷെയറാണ് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് ഇപ്പോൾ 9000 രൂപയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. 6300, 400 റേഞ്ചുകളിലൊക്കെ പല പ്രാവശ്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അത് ഈ ഇടിവിൻ്റെ കാലഘട്ടത്തിൽ അത് 52 വീക്ക് ഹൈ കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതും കടന്ന് അത് പോകും. 11,000 രൂപയിലേക്ക് എത്തുമെന്ന് എല്ലാ ഈ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അനലിസ്റ്റുകളും എല്ലാം പറയുന്നു. 11,000 രൂപയാണ് അതിൻ്റെ അടുത്ത ടാർഗറ്റ് എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇതിൽ തന്നെ നിക്ഷേപിച്ച് നിങ്ങളെല്ലാം കൂടി ഒന്നിച്ച് അതിൽ നിക്ഷേപിക്കണമെന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല കേട്ടോ. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ അതിൽ കാശ് മുടക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കാശ് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഈ പറഞ്ഞ ഷെയറുകൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിച്ചപ്പോഴും അത്രമാത്രം ഒന്നും ഇടിഞ്ഞു പോയിട്ടുള്ള ഷെയറുകളല്ല പതഞ്ജലി ഫുഡ്സൊന്നും. അത് ഈ ബജാജ് ഫിനാൻസ് ഇതൊക്കെ ഈ മാർക്കറ്റ് എങ്ങനെ പോകുമ്പോഴും സ്റ്റെബിലൈസ് ചെയ്ത ഷെയറുകളാണ്. അതുകൊണ്ട് അവയെ നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം മാർക്കറ്റിൽ നമ്മൾ ഇന്നോ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ട്രേഡ് ചെയ്ത് മാറാൻ വേണ്ടിയല്ല, നിക്ഷേപത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് ഈ പറയുന്നതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുക. അത്തരം ഷെയറുകളെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ് ഈ ഇടിവിൻ്റെ സമയത്തും അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴൊന്ന് കുതിച്ച് ഉയർന്ന് അങ്ങ് പോകും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എങ്കിൽ തന്നെയും അപ്രതീക്ഷിതമായ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഈ ഒരാഴ്ച. ഈ 4 വർഷത്തെ ഏറ്റവും മികച്ച ആഴ്ചയാണ് കടന്നുപോയതെന്നാണ് പറയുന്നത്. 5 ദിവസവും ഉയരങ്ങൾ തന്നെ കീഴടക്കിക്കൊണ്ട് പോയി മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം,
താണു പോയത് എത്ര സ്പീഡിലാണോ അതുപോലെ തന്നെയായിരിക്കും കയറ്റത്തിൻ്റെ രീതികളുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ എങ്ങനെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടായോ അതുപോലെ തന്നെ തിരിച്ച് പ്രതികരണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. കോവിഡിൻ്റെ സമയത്ത് ഒന്നിച്ചിടിഞ്ഞു പോയ മാർക്കറ്റ് എത്രയോ പെട്ടെന്നാണ് കയറി വന്നത്. എല്ലാ ഷെയറുകളും എന്നല്ല കേട്ടോ ഈ പറയുന്നത്, എല്ലാ ഷെയറുകളും അതുപോലെ കയറിയെന്നൊന്നുമല്ല. ഇൻഡെക്സ് തന്നെ നമ്മൾ നിരീക്ഷിച്ചാൽ ഇൻഡെക്സുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെ ഇതിൽ നിന്ന് പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ്. ഈ ഒരു 5 ദിവസം കയറ്റം മാത്രമായി നിന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ള അന്താരാഷ്ട്ര മാർക്കറ്റിലെല്ലാം ഇപ്പോൾ അത് അനിശ്ചിതത്വത്തിൻ്റെ സമയമാണിപ്പോൾ. അപ്പോഴാണ് ഇങ്ങനെ കയറ്റം ഉണ്ടായത് ഇന്ത്യൻ മാർക്കറ്റിന്. അത് ഇന്ത്യൻ മാർക്കറ്റ് മറ്റുള്ള മാർക്കറ്റുകളെല്ലാം കയറിപ്പോയപ്പോൾ അതുപോലെ തന്നെ ഇടിഞ്ഞത് കൊണ്ടുകൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 10% ഇടിവ് സംഭവിച്ചത് മറ്റു മാർക്കറ്റുകൾ 52 വീക്ക് ഹൈ ഒക്കെ കാണിക്കുമ്പോഴായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഒരു റിയാക്ഷൻ വീണ്ടും വരുന്നു എന്ന് കണക്കുകൂട്ടിയാൽ മതി. കംപ്ലീറ്റ് ഉയർച്ച ഉടനെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകൾ വയ്ക്കാതെ നമ്മൾ കോഷ്യസ് ആയിട്ട് നല്ല രീതിയിൽ നല്ല ഷെയറുകളിലേക്ക് ശ്രദ്ധ തിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും എല്ലാം രേഖപ്പെടുത്തുക. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു. വീണ്ടും കാണാം.